നമസ്കാരം. സ്പീഡ് ന്യൂസ് ആരംഭിക്കുന്നു. വാർത്തകൾ നോക്കി വരാം അതിവേഗത്തിൽ. ചരിത്ര നേട്ടവുമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഫെബ്രുവരിയിലെ ചരക്ക് നീക്കത്തിൽ വിഴിഞ്ഞം തുറമുഖത്തിന് 1ാം സ്ഥാനം. അതിവേഗം വിഴിഞ്ഞം ഉയരങ്ങളിലേക്ക് മുന്നേറുകയാണെന്ന് മുഖ്യമന്ത്രി. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസ് പരാജയപ്പെടുമെന്ന ഹൈക്കമാൻഡിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനുഗോലുവിന്റെ റിപ്പോർട്ട്. ആഭ്യന്തര കലഹങ്ങൾ നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടു. കേരളത്തിൽ കോൺഗ്രസിന് അധപ്പതനം സംഭവിച്ചുവെന്നും കനുഗോലു. കുട്ടികളിലെ ലഹരി ഉപയോഗവും അക്രമോത്സുകതയും ഇല്ലാതാക്കാനാകാവുന്നതെല്ലാം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി. അമിതമായ മത്സരബുദ്ധി കുട്ടികൾക്കിടയിൽ ശത്രുതാ മനോഭാവം ഉണ്ടാക്കുന്നു. ചില സീരിയലുകളും സിനിമകളും കുട്ടികളെ സ്വാധീനിക്കുന്നു. ധീരജിന്റെ കൊലയാളികളെ എന്റെ മക്കളെന്ന് ചേർത്ത് പിടിച്ചവരാണ് SFI വിമർശിക്കുന്നതെന്നും മുഖ്യമന്ത്രി. ലഹരി മാഫിയകളെ നിയന്ത്രിക്കാൻ ശക്തമായ നടപടി വേണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഗൗരവതരമായ പ്ലാൻ ഓഫ് ആക്ഷൻ വേണമെന്നും പ്രതിപക്ഷ നേതാവ്. മയക്കുമരുന്ന് വ്യാപനം വലിയ ആശങ്കയായി മാറിയെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ. മയക്കുമരുന്നിനെതിരെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജനകീയ മുന്നേറ്റം സൃഷ്ടിക്കണമെന്നും ഗോവിന്ദൻ മാസ്റ്റർ. കേരളത്തിന്റെ എല്ലാ വികസനത്തെയും പ്രതിപക്ഷം എതിർക്കുകയാണെന്ന് ഗോവിന്ദൻ മാസ്റ്റർ. ആ പ്രതിപക്ഷത്തിന്റെ ഭാഗമാകാൻ തയ്യാറാകണമോ എന്നത് മാധ്യമങ്ങൾ ആലോചിക്കണം. വർഗീയവൽക്കരണത്തെ ചെറുക്കാൻ CPM ശക്തമായ രംഗത്തിറങ്ങുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ. CPM സംസ്ഥാന സമ്മേളനത്തിനൊരുങ്ങി കൊല്ലം. പതാക ജാഥ മലപ്പുറം ജില്ലയിൽ. കോഴിക്കോട് ജില്ലയിൽ ജാഥയ്ക്ക് ഉജ്ജ്വല വരവേൽപ്പ്. കേരളത്തിലെ വികസനത്തെക്കുറിച്ച് ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയ ലേഖനത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ശശി തരൂർ. വികസനത്തിനൊപ്പമാണ് സർക്കാരെങ്കിൽ താൻ അതിനൊപ്പം നിൽക്കുമെന്നും തരൂർ. കേരളത്തിന്റെ നേട്ടങ്ങൾ ഇകഴ്ത്തിക്കാട്ടാൻ ചില ശക്തികൾ ശ്രമിക്കുന്നുണ്ടെന്ന് മന്ത്രി P രാജീവ്. ഏതോ ഒരു ശക്തികൾ ഇതിന് പിന്നിലുണ്ടെന്നും മന്ത്രി. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് കേന്ദ്രം അനുവദിച്ച തുക മാർച്ച് 31-നകം ചെലവഴിക്കണമെന്ന നിർദ്ദേശത്തിനെതിരെ ഹൈക്കോടതി. 31-നകം പൂർത്തിയാക്കുക അസാധ്യം. സമയപരിധിയിൽ ഇളവ് നൽകുന്നതിൽ തീരുമാനമെടുക്കണം. ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളണമെന്നും കേന്ദ്രത്തോട് ഹൈക്കോടതി. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണമില്ല. പോലീസ് അന്വേഷണത്തിൽ പിഴവില്ലെന്ന് ഹൈക്കോടതി. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള നവീൻ ബാബുവിന്റെ ഭാര്യയുടെ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. ആശാവർക്കർമാരെ അവഗണിക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ കൊച്ചിയിൽ CITUവിന്റെ പ്രതിഷേധം. സംസ്ഥാന സർക്കാരിനെതിരെ തലസ്ഥാനത്ത് SUCയുടെ നേതൃത്വത്തിലും നിയമസഭാ മാർച്ച്. ആശാവർക്കർമാർക്ക് മെച്ചപ്പെട്ട വേതനം ലഭിക്കാനായി കേരളത്തിൽ നിന്നുള്ള MP-മാർ പാർലമെന്റിൽ ശബ്ദമുയർത്തണമെന്ന് മന്ത്രി വീണ ജോർജ്. നിരന്തരം ആവശ്യപ്പെട്ടിട്ടും കേന്ദ്രം നൽകാനുള്ള 100 കോടി അനുവദിക്കുന്നില്ലെന്നും ആരോഗ്യമന്ത്രി. ആശാവർക്കർമാർക്ക് അർഹമായ ശമ്പളം നൽകണമെന്ന് KN ബാലഗോപാൽ. കേന്ദ്ര സർക്കാർ ആശാവർക്കർമാരോട് കാണിക്കുന്ന സമീപനം ശരിയല്ലെന്നും KN ബാലഗോപാൽ. സർവകലാശാല ഭേദഗതി ബില്ലും സ്വകാര്യ സർവകലാശാല നിയമ ഭേദഗതി ബില്ലും നിയമസഭയിൽ അവതരിപ്പിച്ചു. സംസ്ഥാനത്ത് SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തുടക്കം. എലപ്പുള്ളിയിൽ സ്പിരിറ്റ് നിർമ്മാണ കമ്പനിക്ക് പ്രാഥമിക അനുമതിയാണ് നൽകിയതെന്ന് മന്ത്രി MB രാജേഷ്. കർണാടകയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും സ്പിരിറ്റ് ഇറക്കുമതി ചെയ്യണമെന്ന് പ്രതിപക്ഷത്തിന് വാശി എന്തിനെന്നും MB രാജേഷ്.
97ാമത് ഓസ്കാർ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച നടനുള്ള ഓസ്കാർ സ്വന്തമാക്കി എഡ്രിയാൻ ബ്രൂഡി. ദ ബ്രൂട്ടലിസ്റ്റ് എന്ന ചിത്രത്തിലൂടെയാണ് താരം പുരസ്കാരം നേടിയത്. മികച്ച നടിയായി മിക്കി മാഡിസണിനെയും തെരഞ്ഞെടുത്തു. അനോറ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് പുരസ്കാരം. ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച ചിത്രമായ അനോറ. ഷോൺ ബേക്കറിനും മികച്ച സംവിധായകനുള്ള പുരസ്കാരം. മികച്ച സഹനടനുള്ള പുരസ്കാരം കിരൺ കൽക്കിൻ സ്വന്തമാക്കി. എറിയൽ പെയിൻ ആണ് പുരസ്കാരത്തിന് അർഹനാക്കിയ സിനിമ. തൃശൂർ മുണ്ടൂരിൽ ഓയിൽ ഗോഡൌണിൽ തീവെച്ച് മുൻ ജീവനക്കാരൻ. സംഭവത്തിൽ മുൻ ജീവനക്കാരൻ ടിറ്റോ പോലീസിൽ കീഴടങ്ങി. ജോലിയിൽ നിന്നും പിരിച്ചുവിട്ട ദേഷ്യത്തിലാണ് തീവെച്ചതെന്ന് ടിറ്റോ മൊഴി നൽകി. പത്തനംതിട്ട കൂടൽപ്പാടത്ത് യുവാവ് ഭാര്യയെയും സുഹൃത്തിനെയും വെട്ടിക്കൊന്നു. വൈഷ്ണവി, സുഹൃത്ത് വിഷ്ണു എന്നിവരാണ് കൊല്ലപ്പെട്ടത്. വൈഷ്ണവിയുടെ ഭർത്താവ് ബൈജു കസ്റ്റഡിയിൽ. പ്രതി ബൈജുവിന് ഭാര്യയെ സംശയമെന്ന് പോലീസ് എഫ്ഐആർ. ആലപ്പുഴ ലൈറ്റ് ഹൌസിന് സമീപം 2 പേരെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. മൃതദേഹം ആലപ്പുഴ സൗത്ത് പോലീസ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പാലക്കാട് ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് സ്വയം വെടിയുതിർത്ത് മരിച്ചു. ഭാര്യ സംഗീതയെയാണ് കോയമ്പത്തൂരിൽ വെച്ച് കൃഷ്ണകുമാർ കൊലപ്പെടുത്തിയത്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്നായിരുന്നു കൊലപാതകം. ശേഷം വണ്ടാഴിയിലെ വീട്ടിലെത്തി കൃഷ്ണകുമാർ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ലോക കേൾവി ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ച ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. പരിപാടി സംഘടിപ്പിച്ചത് നാഷണൽ ഇനിഷ്യേറ്റീവ് ഫോർ സേഫ് സൗണ്ടും AOI തിരുവനന്തപുരവും ചേർന്നു. ഗുരുവായൂർ മഞ്ജുലാലിൽ ചിറക് വിരിച്ച് വെങ്കല ഗരുഡൻ. പ്രതിഷ്ഠിച്ചത് 20 അടി വീതിയും 8 അടി ഉയരവുമുള്ള ഗരുഡന്റെ ശില്പം. പയ്യന്നൂർ സ്വദേശി ഉണ്ണി കാനായാണ് ശില്പം നിർമ്മിച്ചത്. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ശില്പം സമർപ്പണം നിർവഹിച്ചു. ലോകപ്രശസ്ത വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ ജോർജ് P. എബ്രഹാമിനെ നെടുമ്പാശ്ശേരിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തുരുത്തിശ്ശേരിയിൽ ഇദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള GP ഫാം ഹൌസിലാണ് മൃതദേഹം കണ്ടത്. ആത്മഹത്യയെന്ന് പ്രാഥമിക നിഗമനം. കുടുംബശ്രീയുടെ ഫുഡ് കോർട്ട് വീണ്ടും കൊല്ലം ആശ്രാമ മൈതാനത്ത് തുടങ്ങി. കുടുംബശ്രീ കൊല്ലം ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ നബാർഡിന്റെ സഹകരണത്തോടെയാണ് ദേശീയ ഭക്ഷ്യമേള തുടങ്ങിയത്. കോർട്ട് മന്ത്രി KN ബാലഗോപാൽ സന്ദർശിച്ചു. ജനശ്രദ്ധ നേടി CPIM സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള എക്സിബിഷൻ. ഉണ്ണിക്കാനായുടെ ശില്പങ്ങളാണ് എക്സിബിഷനിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. മഹാന്മാരായ നേതാക്കളുടെ ശില്പങ്ങൾക്കൊപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരണത്തിന്റെ ശില്പങ്ങളും പ്രദർശന നഗരിയിൽ ഒരുക്കിയിട്ടുണ്ട്. CPIM സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായ ദേശീയ ചെസ് മത്സരം സംഘടിപ്പിച്ചു. മത്സരത്തിൽ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ 370 മത്സരാർത്ഥികൾ പങ്കെടുത്തു.